വല്ലതും പഞ്ഞളിയാ. പോടാ, പാതിപ്പിക്കാൻ നിൽക്കുന്നു. അമ്മ ഇതാ പൈസ. ഇതെന്തിനാടാ എനിക്ക്? നീ വെച്ചോ, വെച്ചോ, വെച്ചോ. എനിക്ക് വേണ്ട, വച്ചോ. ആ മക്കളെ, എല്ലാരും ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു. ഇനി പഴയതുപോലെ ഒന്നും അല്ല. നിങ്ങൾ കറക്കമൊക്കെ കുറച്ച് കുറയ്ക്കണം. ശരി അമ്മേ. രവിയെ ഇനി ഇങ്ങനെ ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ലമ്മേ, ഞങ്ങൾ ഇനി വരുന്നേ ഇല്ല. ഇനി ഈ ഭാഗത്തോട്ടേ വരും. ഇനി പഴയതുപോലെ ഒന്നും പറ്റില്ല മക്കളെ. പോട്ടെ അമ്മേ. പോയിട്ട് പോ മക്കളെ. ആ പൊട്ടൻ ജോർജ് രക്ഷപ്പെട്ടു. എല്ലാ കുഴപ്പവും അവനാ ഉണ്ടാക്കുന്നത്. കുറ്റം മൊത്തം നമുക്കും. അവൻ എന്തിയാടാ കോശി? ഓ, ആരോടാ ചോദിക്കുന്നത്? അതെങ്ങനെയാ? ഇവന് കിളി നാലാ പറഞ്ഞത്. ഇതൊന്നും നാട്ടുകടപ്പല്ലടാ രവി. ആദ്യ രാത്രി പെണ്ണ് വീട്ടി വെച്ചാണോടെ? സംസാരിച്ച് തീർന്നില്ലേ? സമയം ഒരുപാടായി. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ഏയ്, എനിക്കൊരു വിഷമവുമില്ല ജോർജ്. എല്ലാം അമ്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നേ. അമ്മയുടെ സന്തോഷമാ എന്റെ സന്തോഷം. അവനെ വിടാൻ ഉദ്ദേശമില്ലേ ജോർജേ? സമയം കുറെ ആയി കേട്ടോ. ഞാൻ എത്തിക്കോളാം. എന്നാ ശരി. ജോർജ് പോകുന്നില്ലേ? അപ്പൊ കാണാം. ശരിടാ. ഓ, മറ്റാരേക്കാളും രവിയുടെ മനസ്സറിയാവുന്ന എനിക്ക് തല കുനിച്ചുള്ള അവന്റെ ആ പോക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്താവുമോ? വന്നോ? ഇതെവിടായിരുന്നു? കൂട്ടുകാരനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇനി പഴയതുപോലൊന്നും പറ്റില്ല. ഇവിടെ എല്ലാരും തിരക്കുന്നുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സാ, വിഷസ് അയച്ചേക്കുവാ. ഞാനൊന്ന് റിപ്ലൈ കൊടുത്തോട്ടെ പ്ലീസ്? ഒന്നും തോന്നല്ലേ. പറ്റിച്ചല്ലേ എന്നെ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു, എന്നാലും വന്നില്ലല്ലോ. ആ, ഫംഗ്ഷനൊക്കെ ഇപ്പോഴാ കഴിഞ്ഞത്. ഒന്ന് പോ. ആ സാരമില്ല, നീ പറഞ്ഞോ. ഹാ, ഇവിടെ ഉണ്ട്. പാവാ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള എൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും സ്വപ്നങ്ങളെയും ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ദിനമായിരുന്നു അന്ന്. തനൂജയിൽ നിന്നുമുള്ള മുറിവ് എന്നെ സ്ത്രീകളിൽ നിന്നും പ്രണയത്തിൽ നിന്നും ഒരുപാട് അകറ്റി നിർത്തി. ഇനി ഒരു പെണ്ണിനെയും തനൂജയുടെ സ്ഥാനത്ത് കാണുവാൻ കഴിയില്ല. എന്നിട്ടും ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി. ചാന്ദിനിയോട് നീതി പുലർത്തുവാൻ എനിക്ക് കഴിയില്ല എന്നറിയാമായിരുന്നിട്ട് പോലും സിനിമയിലെയും നാടകത്തിലെയും നായകന്മാരെ പോലെ അവളുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു തകർത്തു. എന്നോട് തന്നെ ലജ്ജ തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അപ്പൊ ഇതാണല്ലേ എന്നെ അകറ്റാനുള്ള കാരണം.
നമ്മുടെ രവിക്ക് നല്ല മാറ്റമുണ്ട് അല്ലേ? നല്ല മാറ്റമുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. മോളെ എന്തു പറ്റി? എന്റെ നിങ്ങളുടെ മോനോട് തന്നെ ചോദിക്കും. സുമതി, നീ അങ്ങോട്ട് എന്തു പറ്റിയാവോ? നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളെ ഓട്ടോബയോഗ്രഫി മൊത്തം ഞാൻ വായിച്ചു. ഞങ്ങളുടെ നാടകം ഇഷ്ടപ്പെട്ടോ? നാട് ഇതാണോ നാട് ഇഷ്ടപ്പെടാൻ? ഈ കുഗ്രാമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഇവിടൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ചാന്ദിനിയുടെ പ്രശ്നങ്ങളും എനിക്കറിയാം. ഞാൻ നിസ്സഹായനാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, അമ്മ ഇതൊന്നും അറിയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. മോളെ ചാന്ദിനി, ആണോ? മോളെ ചാന്ദിനി, ചാന്ദിനി, മോളെ മോളെ വന്ന് ചായ കുടിക്ക്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. നീ എവിടാ മോളെ? പറയാൻ പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ? അതങ്ങനാ. ഇതിപ്പോ തണുത്തു പോവല്ലോ. ഓ ശല്യം. ഇല്ല ഇല്ല, പറഞ്ഞോ. ഇപ്പൊ എവിടാ? മോളെ ചാന്ദിനി, മോളെ മോളെ ചാന്ദിനി. എന്താ വേണ്ടേ? ഇനി പറഞ്ഞോ. ആണോ? തരട്ടെ? ഉമ്മ. ഇനിയും വേണോ? ഉമ്മ. എനിക്കില്ലേ? സൂപ്പ്. അതെ, കൊള്ളാട്ടോ. ഛേ, വെക്കേഷൻ കഴിയട്ടെ.